ഇടയ്ക്കൊരു സഹോദരൻ വന്ന് പറഞ്ഞ, അച്ഛാ എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ചെന്നാക്കാവോ? 40 വർഷം വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി വന്നൊരു സഹോദരൻ. അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ ഞാനും റൂമിലിരുന്ന് സന്തോഷിച്ചതാണ്. പള്ളിക്ക് നല്ലൊരു സംഭാവന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. 40 വർഷത്തെ വിദേശവാസം തീർന്നു വരുന്നവനാണ്. പക്ഷേ അദ്ദേഹം അന്ന് കസേരയിലിരുന്നിട്ട് എന്നോട് പറഞ്ഞ, അച്ഛാ എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ചെന്നാക്കാവോ? നമ്മുടെ സഭയിൽ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ എന്ത് പണി വേണേലും ഞാൻ എടുത്തോളാം. എൻ്റെ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ വേലയും ഞാൻ ചെയ്യാം. എനിക്ക് 3 നേരത്തെ ആഹാരം, കിടക്കാൻ ഒരു സ്ഥലവും മാത്രം കിട്ടിയാൽ മതി. ഞാൻ ഈ പ്രിയപ്പെട്ടവനോട് ചോദിച്ച് എന്തേ ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് 6 സഹോദരങ്ങളാണുള്ളത്. ഏറ്റവും ഇളയവൾക്ക് 4 മാസം പ്രായമുള്ളപ്പോ അപ്പൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ആവശ്യത്തിന് പോയതാണ്. പക്ഷേ അപ്പൻ തിരിച്ചു വന്നത് മൃതശരീരമായിട്ടാണ്. അപ്പൻ ഒരു ആക്സിഡന്റിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവൻ രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുവന്നത് പെട്ടിക്കകത്ത് വെള്ള പൊതിച്ച മൃതശരീരമാണ്. അത് കൊണ്ടുവച്ചത് കണ്ട് പ്രിയപ്പെട്ടവൾ അന്ന് വീണതാണ്. സമനില തെറ്റി മാനസിക രോഗിയായി അമ്മയും വീട്ടിനകത്ത് കിടപ്പായി. തന്റെ താഴെയുള്ള 6 സഹോദരങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം 14-ാമത്തെ വയസ്സിൽ ശിരസിലേറ്റെടുത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഞാൻ ചോറ്റുപാത്രത്തിൽ കഞ്ഞിയുമായി കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ വളർത്തി വലുതാക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബോംബെയിലേക്ക് പോയി, അവിടുന്ന് എന്നെ വിദേശത്തേക്ക് ഒരാൾ കൊണ്ടുപോയി. എനിക്ക് ഒരുപാട് അധ്വാനമുണ്ടായിരുന്നു. ഞാൻ രാവും പകലും പണിയെടുത്തു. കിട്ടുന്നത് 1 രൂപ പോലും മിച്ചം വെക്കാതെ എല്ലാം ഞാൻ നാട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അയച്ചു കൊടുത്തു. അവരെ 6 പേരെയും ഞാൻ പഠിപ്പിച്ചു. 2 സഹോദരിമാരും 4 സഹോദരന്മാരുമാണ് അദ്ദേഹത്തിനുള്ളത്. 6 പേരെയും പഠിപ്പിച്ചു. 6 പേർക്കും ജോലിയായി, കുടുംബമായി, ജീവിതത്തിൽ സകലവിധമായി സൗഭാഗ്യങ്ങളുമായി. അവരെല്ലാം ഉന്നതമായ നിലകളിലായി. അതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവനായി ആ മനുഷ്യൻ തിരിച്ചു വരുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുക, ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എനിക്കൊരു കൊതിയുണ്ട്. എൻ്റെ 6 സഹോദരങ്ങൾ, ഞാൻ അവർക്ക് അപ്പനാണോ അമ്മയാണോ എന്ന് തിരിച്ചറിയാതെ ഞാൻ അവരെ വളർത്തിയത്. അവർക്ക് അപ്പനും അമ്മയും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് 6 പേരും എന്നെ കാത്തു നിൽക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ 6 പേര് പോയിട്ടൊരു പട്ടിക്കുഞ്ഞു പോലും അവിടെ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ വേദനയോട് പറഞ്ഞത്, ഞാൻ എൻ്റെ തൊട്ടു താഴെയുള്ളവന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് അവന്റെ ഭാര്യ പറഞ്ഞത്, ചേട്ടൻ വരാൻ സാധ്യതയുണ്ട്, വന്ന് ഇവിടെ കയറ്റണ്ട. തൊട്ടു താഴെയുള്ള സഹോദരന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട് ഇച്ചായൻ പോയത്. അദ്ദേഹം 1 ആഴ്ച കഴിഞ്ഞ് വരുള്ളൂ. കമ്പനിയുടെ ആവശ്യത്തിന് ടൂർ പോയിരിക്കുക. ആ വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ കൊട്ടിയടച്ചു. 4 സഹോദരന്മാരുടെ വീട്ടിലും പോയി മുട്ടി. അവര് 4 പേരും വാതിലടച്ചു. 2 സഹോദരിമാരുടെ എത്തിയെന്നപ്പോ അവരും പറഞ്ഞു, ചേട്ടന്മാർക്കൊന്നും വേണ്ടാത്ത ഒരു ചേട്ടന് ഞങ്ങൾക്കും വേണ്ട. ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണച്ചോ, എന്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ വളർത്താൻ, അവർക്ക് കുടുംബമുണ്ടാക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ, അവർക്ക് ജോലി ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിച്ചപ്പോ ഒന്നും ഞാൻ മറന്നുപോയി. എൻ്റെ സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ, 1 രൂപയുടെ നിക്ഷേപം ഉണ്ടാക്കാൻ, 1 സെന്റ് സ്ഥലം മേടിക്കാൻ, ഒരു കുടുംബം ഉണ്ടാക്കാൻ, വിവാഹം കഴിക്കാൻ ഞാൻ മറന്നുപോയതാണ് അച്ഛാ. ഞാൻ വിവാഹം കഴിച്ചില്ല. ഇന്ന് എനിക്കാരുമില്ല, കീറിക്കിടക്കാനിടല്ല. ഈ രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിന്റെ സഹോദരന്റെ ചൂട് കണ്ട് നീര് വീണിട്ട് നീ കിടക്കുന്ന AC മുറിക്കകത്ത് സമാധാനത്തോടെ കിടക്കാമെന്ന് നീ കരുതിയ നിനക്ക് തെറ്റി. അത് നീ കിടക്കുന്നത് ശരശയിലാണ്. അത് നിന്നെ മുറിവേൽപ്പിക്കുന്നൊരു നാള് വരും. അത് നിന്റെ ജീവിതത്തെ തകർക്കുന്നൊരു നാള് വരും. സഹോദരന്റെ കണ്ണുനീര് കാണാതെ, സഹോദരനോടുള്ള കടമ നിറവേറ്റാതെ നീ നിന്റെ ഓട്ടമോടുമ്പോ, വിജയത്തിന്റെ വഴികളിൽ കൂടെ നീ നടക്കുമ്പോ, നിന്നെ വളർത്തിയ സഹോദരനും മറന്നാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം നാശത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകും. അതുകൊണ്ടാണ് ദാവീദ് പറയുക, നീ നിന്റെ കടങ്ങളെ മറക്കരുത്, നീ നിന്റെ സമർപ്പണങ്ങളെ മറക്കരുത്. പ്രിയമുള്ളവരെ, ദാവീദിന് ജീവിതത്തിന് സമർപ്പണമുണ്ട്. ദാവീദിന് എന്താണ് ദാവീദിന്റെ സമർപ്പണം? ഒരു കാലത്ത് അന്നത്തെ രാജാവായിരിക്കുന്ന ശൗല്
ദാവീദിനെ വകവരുത്താൻ ആലോചിച്ചു നടന്നവന്, തക്കം കിട്ടിയാൽ കൊല്ലാൻ ആലോചന ചെയ്ത് നടന്നവനാണ് ശൗൽ എന്ന് പറയുന്നവൻ. എന്നാൽ ശൗലിന്റെ കെണികളിൽ നിന്ന് ദാവീദിനെ സംരക്ഷിച്ചു പിടിച്ചത്, ദാവീദിന് പരിചയമായിരുന്നത് ശൗലിന്റെ മകനായ യോനാഥാൻ എന്ന് പറയുന്ന തന്റെ പ്രാണമിത്രമാണ്, തന്റെ പ്രാണസ്നേഹിതൻ, തന്റെ ചങ്കിനെ ചങ്കായി കൂടെ നിന്ന് തന്നെ സ്നേഹിക്കുന്ന യോനാഥാൻ എന്ന് പറയുന്ന ശൗലിന്റെ മകനായിരിക്കുന്നവൻ, അവനാണ് ദാവീദിന്റെ സംരക്ഷകനായി മാറുന്നത്. ഒരു നാളിൽ യോനാഥാൻ ദാവീദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദാവീദേ, നീ ഇസ്രായേലിന്റെ രാജാവാണ്, നീ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിനെ അജപാലനം നടത്തുമ്പോ എന്നെയോ എന്റെ കുടുംബത്തെയോ നീ മറന്നു പോകാനിടയാകരുത്. ദാവീദ് യോനാഥാന്റെ തൊടയിൽ കൈവച്ച് അന്നെടുത്തൊരു പ്രതിജ്ഞയുണ്ട്. യോനാഥാന്റെ തൊടയിൽ കൈവച്ചുകൊണ്ട് ദാവീദ് അന്ന് പറഞ്ഞ പ്രതിജ്ഞ ഇതാണ്: യോനാഥാനേ, ഞാൻ നിന്നെയോ നിന്റെ പിതൃഭവനത്തെയോ മറന്നു പോകുന്നെങ്കിൽ തമ്പുരാൻ എന്നോട് തക്കവണ്ണം ചെയ്തു കൊള്ളട്ടെ. 20 വർഷങ്ങൾ പിന്നിട്ടു. ദാവീദ് സിംഹാസനത്തിൽ ആരൂഢനായിട്ട് അന്ന് തൊട്ട് തുടങ്ങിയ യുദ്ധമാണ്. യുദ്ധങ്ങളിൽ നിന്ന് യുദ്ധങ്ങളിലേക്ക് ദാവീദോടി. യുദ്ധങ്ങൾ ചെയ്ത് 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 ദാവീദ് നേട്ടങ്ങൾ കൊയ്തെടുക്കി വന്ന് യുദ്ധങ്ങൾ അവസാനിച്ച് സിംഹാസനത്തിൽ സ്വസ്ഥമായിരുന്ന ആദ്യ ദിവസം ദാവീദ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഞാൻ യോനാഥാനോടും അവന്റെ കുടുംബത്തോടും കരുണ കാണിക്കേണ്ടതിന് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവനോടെ ശേഷിപ്പോ? വേണമെങ്കിൽ സൗകര്യപ്രദമായി ദാവീദിനതിൽ മറക്കാം. കാരണം ശൗലിന്റെ മകനായിരിക്കുന്ന യോനാഥാനോട് ദാവീദ് കരുണ കാണിക്കാത്തതിന് ദാവീദിനെ ആരും കുറ്റം വിധിക്കാൻ പോകുന്നില്ല. കാരണം ശൗല് ദാവീദിനോട് ചെയ്തത് അത്രയും നീചമായ കൃത്യമാണ്, അത്രയും നീചമായ കൃത്യമാണ്. അപ്പൻ നീചകൃത്യം ചെയ്തിട്ടും, അപ്പൻ നീചമായി ഉപദ്രവിച്ചിട്ടും തന്റെ സഹോദരൻ, തന്റെ പ്രാണസ്നേഹിതനായിരിക്കുന്ന യോനാഥാനോട് ചെയ്ത ഉടമ്പടി ദാവീദിന് മറക്കാൻ കഴിയില്ല. കാരണം ദൈവ സാന്നിധ്യത്തിൽ അവൻ്റെ അടുത്ത് ഉടമ്പടിയാണ്, ദൈവനാമത്തിനടുത്ത് ഉടമ്പടിയാണ്. ലംഘിക്കാൻ പാടില്ലെന്ന് ദാവീദിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ദാവീദ് ചോദിച്ചത്: ഞാൻ അവനോടും അവന്റെ കുടുംബത്തോടും കരുണ കാണിക്കേണ്ടതിന് ആരെങ്കിലും ജീവനോടെ ശിക്ഷിപ്പോ? ദൈവവചനം ഇങ്ങനെയാണ് പറയുക. ദാവീദിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ പറഞ്ഞു: ശൗലിന്റെ ഭൃത്യനായി സീബായി എന്ന് പറയുന്ന ഒരുത്തൻ ഈ നാട്ടിൽ താമസിക്കുന്നുണ്ട്. അവനെ വിളിച്ചു ചോദിച്ചറിയാം. സീബായെ ആളയച്ച് വിളിച്ചു വരുത്തി. സീബ പറഞ്ഞു: ഈ യോനാഥാന്റെ മകനായി 2 കാലും മുടന്തനായി മെബീബോശത്ത് എന്ന് പറയുന്ന ഒരുത്തൻ നിന്നെ ഭയപ്പെട്ടിട്ട് ഇന്ന നാട്ടിൽ താമസിക്കുന്നുണ്ട്. ആളയച്ചവനെ വിളിച്ചു വരുത്തി. മെബീബോശത്ത് 2 കാലും മുടന്തനായി അവനവിടെ താമസിക്കുകയാണ്. അവനെ ആളയച്ച് വിളിച്ചു വരുത്തുമ്പോ മെബീബോശത്ത് ദാവീദിന്റെ അടുക്കലേക്ക് വരുമ്പോ ചങ്കിടിക്കുന്നുണ്ട് അവനെ. കാരണം അവനറിയാം, എന്നെയും എന്റെ കുടുംബത്തെയും കൊന്നുകളയാനാണ് ദാവീദ് വിളിച്ചു വരുത്തിയത്. രാജാവിന് മുമ്പിൽ വിറയ്ക്കുന്ന ശരീരത്തോടെ വന്നു നിൽക്കുന്ന മെബീബോശത്തിനോട് ദാവീദ് പറയുന്നത്: നീ എന്തിനു ഭയപ്പെടണം? മെബീബോശത്തെ, ഞാൻ നിന്നോട് കരുണ കാണിക്കേണ്ടതിന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് മെബീബോശത്തിനോട് പറയുക: ഇനി നീ പാർക്കേണ്ടത് അന്യനാട്ടിലല്ല, ഇനി നിന്റെ വാസം ഈ രാജകൊട്ടാരത്തിലാണ്. ഞാൻ കഴിക്കുന്ന ആഹാരമാണ് ഇനി നിന്റെ ആഹാരം. രാജാവിനോടൊപ്പമാണ് അവന്റെ ആഹാരം. രാജാവ് കഴിക്കുന്ന രാജഭക്ഷണമാണ് അവന്റെ ഭക്ഷണം. രാജാവ് താമസിക്കുന്ന കൊട്ടാരമാണ് അവന്റെ താമസ സ്ഥലം. തീർന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ശൗലിന്റെ വസ്തുവകകളായി ദാവീദ് കണ്ടു കെട്ടിയതൊക്കെ അവന് മടക്കി കൊടുത്തെന്ന്, മെബീബോശത്തിന് എഴുതി കൊടുത്തെന്ന് ദൈവത്തിന് വചനം പറയുമ്പോ അവൻ അവന്റെ സമർപ്പണത്തെ മറക്കാത്തവനാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.